ഹലോ ഫ്രണ്ട്സ്, ചെമ്പനീർ പൂവ് പുത്തൻ വിശേഷങ്ങളിലേക്ക് എല്ലാ കുട്ടികാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ പുതിയ എപ്പിസോഡിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്, നമ്മുടെ രേവതിക്ക് കുറച്ച് മാലകളൊക്കെ ഓർഡർ ചെയ്യാൻ വേണ്ടി ഒരാള് വീട്ടിലേക്ക് ഫോൺ ചെയ്യുവാട്ടോ. അപ്പൊ നമ്മുടെ ശ്രുതി ആയിരിക്കും എടുക്കുന്നത്. അപ്പൊ ശ്രുതി നോക്കുമ്പോൾ കുറെ മാലകൾ അയാൾ ഓർഡർ പറയുന്നുണ്ട്. അപ്പൊ ശ്രുതി പറയും, ഞാൻ രേവതിനോട് പറഞ്ഞേക്കാമെന്ന് പറയുന്നുണ്ടേ. പക്ഷെ നമ്മുടെ ശ്രുതിയുടെ അടുത്ത് നിന്ന് നമ്മുടെ ശ്രുതി പറയും, കണ്ടില്ലേ രേവതിക്ക് വന്നേക്കുന്ന ഓർഡറുകൾ എന്തൊരു വലിയ വിലയുടെ മാലകളാണെന്ന് അറിയൂ. ഇത് ഞാൻ രേവതിയോട് പറയില്ല, അവൾക്ക് ഈ ഓർഡർ നഷ്ടപ്പെടണം, അങ്ങനെ ഈ കസ്റ്റമർ തന്നെ അവൾക്ക് നഷ്ടപ്പെടണം, അവൾ അങ്ങനെ വെച്ചടി വെച്ചടി ഉയരണ്ട എന്നൊക്കെ പറയാട്ടോ. അപ്പൊ നമ്മുടെ ശ്രുതിക്കും ഭയങ്കര അസൂയാട്ടോ ഇവരുടെ അടുത്ത്. അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, രേവതി പൂക്കട തുടങ്ങിയ പിന്നെ അവൾക്ക് ഭയങ്കര രാശിയാണ്. അവള് കണ്ടില്ലേ പൈസ ഉണ്ടാക്കി സച്ചിക്ക് കാറ് മേടിച്ചു കൊടുക്കുന്നു, സച്ചി ആണെങ്കിൽ അത് വെച്ച് പൈസ ഒന്നും ദൂർത്തടിക്കാതെ അത് വെച്ച് സമ്പാദിക്കുന്നു. അങ്ങനെ രണ്ടുപേരും കൂടെ ഭയങ്കര പൈസ സമ്പാദിക്കലാം. നമ്മളാണെങ്കിൽ എത്രയൊക്കെ അധ്വാനിച്ചിട്ടും ഒരു പൈസയും കിട്ടുന്നില്ല എന്നൊക്കെ ശ്രുതിയും കൂടെ പറയുവാട്ടോ. അപ്പൊ ശ്രുതി പറയുന്നുണ്ട്, രേവതിനെ എങ്ങനെയെങ്കിലും കുറച്ച് ദിവസം വീട്ടിൽ പൂട്ടിയിടണം, അല്ലെങ്കിൽ അവൾക്ക് ജോലിക്ക് പോകാൻ പറ്റാത്ത വിധം ഇവിടെ തന്നെ അടക്കിയിടണം എന്നൊക്കെ പറയുവാട്ടോ. അപ്പോഴത്തേക്കാണ് നമ്മുടെ ശ്രുതിയുടെ മറ്റേ കൂട്ടുകാരി വന്നിട്ട് പറയുന്നത്, രേവതിക്ക് വീരാനിക്കയുടെ കാര്യത്തിൽ എന്തോ സംശയമുണ്ടെന്നുള്ള ഒരു കാര്യം കേട്ടോ. വീരാനിക്കയെ പറ്റി അവരുടെ ആ ഒരു സംവിധായകന്റെ അടുത്തേക്ക് ഇങ്ങനെ ചോദിച്ച് നമ്മുടെ രേവതി പോയിട്ടുണ്ടായിരുന്നു എന്നൊക്കെയുള്ള കാര്യം നമ്മുടെ കൂട്ടുകാരത്തി നമ്മുടെ ശ്രുതിയോട് വന്ന് പറയുന്നുണ്ട്. അപ്പൊ ശ്രുതിക്ക് ആകപ്പാടെ കലിയായി. രേവതി എന്തിനിതൊക്കെ അന്വേഷിക്കുന്നു, രേവതി ഇങ്ങനെയാണെങ്കിൽ തന്റെ ജീവിതം നശിയുമല്ലോ എന്നും പറഞ്ഞ് രേവതിനെ എങ്ങനെയെങ്കിലും കുറച്ചൊരു ദിവസത്തേക്ക് വീട്ടിൽ തന്നെ ആക്കണം എന്നും പറഞ്ഞിട്ട് നമ്മുടെ ശ്രുതി പ്ലാൻ ചെയ്യുവാണ് നമ്മുടെ രേവതിനെ അപകടപ്പെടുത്താൻ വേണ്ടിയിട്ടോ. ജസ്റ്റ് കയ്യോ കാലോ ഒടിച്ച് കുറച്ച് ദിവസം വീട്ടിലിരുത്തുക, അതാണ് നമ്മുടെ ശ്രുതിയുടെ പ്ലാൻ. അതുപോലെ തന്നെ നമ്മുടെ രേവതിക്ക് ഒരു ആക്സിഡന്റ് പറ്റുന്നുണ്ട്, രേവതിയുടെ കാലൊടിയുന്നുണ്ട്. അങ്ങനത്തെ കുറച്ച് നിമിഷങ്ങളാട്ടോ കൂട്ടുകാരെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അപ്പൊ ഇതിനൊക്കെ പിന്നീട് നമ്മുടെ ശ്രുതിയാണെന്ന് നമ്മുടെ സച്ചി അറിഞ്ഞാലുള്ള അവസ്ഥ എന്തായിരിക്കും അല്ലെ? അത്രയും തന്നെ കാണാട്ടോ. അപ്പൊ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.